ഹലോ ഹായ്. ഞാൻ വീണ്ടും പറയുന്നില്ല, എൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ, കാരണം നമുക്ക് ചില ന്യൂസുകൾ കാണുമ്പോൾ അറപ്പും വെറുപ്പും വരും. കാരണം അതെന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്ത് കാട്ടിക്കൂട്ടലാണെങ്കിലും ആൾക്കാരെ മുന്നിൽ ഷോ ഓഫ് ആണെങ്കിലും എന്തിനും ഒരു പരിധിയുണ്ട്. കാരണം ഇപ്പം ഞാനാണെങ്കിലും ശരി, ഒരാളുടെ മുന്നിൽ ഇപ്പോ അയാളുടെ ഒക്കെ ഓഫ് കോഴ്സ് ഇപ്പൊ കുറച്ച് സദാചാര ആംഗളമാര് കാര്യങ്ങളൊക്കെ വരും. കാരണം അവർക്ക് അവരുടെ ലൈഫല്ലേ. നിങ്ങൾ എന്തിനാ ഇടപെടണത്? സോഷ്യൽ മീഡിയ നിങ്ങൾ തുറക്കണ്ട. എന്താ എനിക്ക് ബാക്കിയുള്ള ന്യൂസ് ഒന്നും കാണണ്ടേ? കാരണം ഇന്നലെ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, നീ എന്തിനാ അതിൽ ഇടപെടുന്നത്? അത് അവരുടെ ലൈഫല്ലേ. കാരണം അവരുടെ ലൈഫാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ. പക്ഷേ നമ്മൾക്ക് നമ്മുടെ മനുഷ്യന്മാർക്ക് 3 ടൈപ്പ് ലൈഫ് ഓരോരുത്തർക്കുണ്ട്. ഒന്നുകിൽ ആണുങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ലൈഫ്. ഞാൻ പറയണ മനുഷ്യന്മാരുടെ കാര്യമാണ് കേട്ടോ. ആണുങ്ങളുടെ ലൈഫ്, പെണ്ണുങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്. കാരണം അവരുടെ ഉള്ളിൽ സത്വം അവർ തിരിച്ചറിഞ്ഞു, അവരാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെതായ രീതിയിൽ മാന്യതയോട് കൂടിയിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഷോസ് ട്രാൻസ്ജെൻഡർ. ഞാൻ അവളെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവള് ട്രാൻസ് ആണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അവള് പഠിക്കുന്ന CA പഠിക്കുന്ന, സ്വന്തമായിട്ട് സ്വപ്നം തുർക്കിയിൽ പോകണം, അവിടെ ജോലി ചെയ്യണം എന്ന രീതിയിൽ മാന്യമായ രീതിയിൽ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഛർദിക്കാനും പറ്റുന്നില്ല. ഉള്ളി കിടക്കുമ്പോൾ ഒരു മനുഷ്യന് വെറുപ്പാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആൾക്ക് സ്ത്രീയുടെ വേഷം കെട്ടി സ്ത്രീ എന്ന രീതിയിലാണ് ആള് നടക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. ജാസി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരും ഓമന പുത്രനായിരിക്കാം. കാരണം എനിക്കും ആദ്യം ചെക്കൻ കുഴപ്പമില്ല, ജീവിച്ച് പൊക്കോട്ടെ എന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളും ഉണ്ടല്ലോ. കാരണം ഒരു പൊതുവേദിയിലേക്ക്, കാരണം ഓഫ് കോഴ്സ് ലേഡീസ് നെക്കഡല്ല, ഇപ്പോ നെക്ക് കുറച്ച് വൈഡായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുമല്ലോ. അതേപോലെ ഇവൻ ധരിച്ചിട്ട് ഇപ്പൊ റീസെന്റ് ഇന്നലെ അവൻ തന്നെയുള്ളൂ മറ്റേ ഫേസ്ബുക്ക് റീൽസിലും എല്ലാത്തിലും. ഞാൻ വീഡിയോ ഒന്ന് കാണിക്കട്ടെ, നിങ്ങളൊന്ന് കാണുക. കാരണം ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ട്രാൻസ് ആണെങ്കിലും അവര് ആ പബ്ലിക്കിന്റെ മുന്നിൽ അവരോടൊരു ബഹുമാനം തോന്നിക്കുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഡ്രസ്സിങ്, ഇതിലൊക്കെയാണ്. ഇവന്റെ ഈ കാട്ടിക്കൂട്ടില് കൂടെയുള്ള ഒരുത്തനും കൂടി ഉണ്ടല്ലോ, അവരെന്ത് കണ്ടിട്ടാണ് ഇതിന്റെ കൂടെ നടക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോ ജാസി എന്ന് ഇപ്പോഴും ഞാൻ പേരെടുത്ത് പറയണം, മറ്റേ പേരുകളൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. കാരണം എനിക്ക് എൻ്റെതായ മാന്യതയുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ നല്ലൊരു സുഹൃത്തുണ്ട്, അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആയിരുന്നു, എന്നും സംസാരിച്ചിരുന്നു. പക്ഷെ ഇടയിൽ എന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനിൽ പരസ്പരം നിന്ന് പോയതാണ്. 1 മിനിറ്റ് കേട്ടോ, ഞാൻ ക്ലോസ് ചെയ്യാൻ പോയതാ. ഒരു മഹാസമ്മേളനം പോകുന്നുണ്ട്, അതൊന്ന് പോട്ടെ. ഇതെന്താ കേസ് എന്ന് വെച്ചാല്, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മുതല് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാല് ഈ നാറിയുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. അതിലൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. 1 മിനിറ്റ്. എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനവാ ഇത്, എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനവാ. ഞങ്ങള് തളരൂല, ഞങ്ങളൊരിക്കലും തളരൂല, തളരേണ്ട ആവശ്യം എനിക്കില്ല. ഓടാ പോയി ചാപടാ. പക്ഷെ ഇവന് പെണ്ണിന്റെ വേഷം കിട്ടി നടക്കുന്ന ആൾക്കാരെ മുന്നിൽ കാണിക്കുന്ന കൂടെ ഒരു ഉണ്ണാക്കനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ ലൈഫാണ്. എന്നിട്ട് ഇവന്റെ ഒരു ഇന്റർവ്യൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവന്റെ പാസ്റ്റ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി. അതിലൊരു ഇന്റർവ്യൂ ഞാൻ പറയണത് എന്താണെന്നറിയോ? കാരണം ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ട്രാൻസ് ആണ്. ഓൾ എന്ത് ചെയ്തു, അവളുടെ കാര്യങ്ങൾ ഓൾക്ക്, ഞാൻ അവളെന്നേ പറയുള്ളൂ, അവളുടെ കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായപ്പോ അവള് പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ കാര്യങ്ങളൊക്കെ സർജറി ചെയ്ത് പക്ക ഒരു ഗേളായിട്ട്, വോയിസ് ഒക്കെ കേട്ടങ്ങളൊക്കെ കിളി പോവും. എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാടാ സംസാരിക്കുകയെന്ന്. കാരണം പെൺകുട്ടികൾ തോറ്റുപോകും ആ രീതിയിലാണ്. കാരണം
അവരവരുടേതായ രീതിയിൽ ഏറ്റവും ബഹുമാനത്തോടു കൂടി ജീവിച്ചു പോകുന്നതാണ്. ഇവന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ കാണിക്കതില് ഇവൻ പറയുന്നത്, ഇവനോട് ചോദിച്ചു ട്രാൻസ് ആവണോ അതോ സർജറി ഒക്കെ ചെയ്ത് ഒരു ഗേളായിട്ട് ജീവിക്കണമെന്ന്. അത് ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് വരെ അറപ്പായിട്ടുണ്ടാവും ഇവന്റെ കാര്യത്തില്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാട്ടോ. ലേഡി, അതായത് സർജറി കഴിഞ്ഞ ഒരു സ്ത്രീ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീ ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഇല്ല. പേടി മീൻസ് എനിക്ക് ഭയങ്കര പേടിയായി. ഈ സൂചി കുത്തുന്നതിന് എനിക്ക് പേടിയാണ്. അപ്പൊ അങ്ങനെ സർജറിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളുടെ വിവാഹം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? അത് മിക്കവാറും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞങ്ങള് നോർമലി ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞതാണ് അത്. അപ്പോ എക്സ്പെക്ടേഷൻ അതേ പറഞ്ഞ ഫാമിലിയുടെ സപ്പോർട്ടും സർജറിയും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വരുന്നൊരു കാര്യം. ഇത് ഞാൻ ഇവന്റെ കൂടെ ഇരിക്കുന്ന ആളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവനെയാണ്. കാരണം എടോ, ഞാനൊരു ആണാണ്. ആസ് എ ബോയ് ഞാൻ പറയാണ്, എനിക്ക് വെറുപ്പ് തോന്നുന്നു. വെറുപ്പ്, അതായത് ആ രീതിയിലുള്ള, ഇപ്പൊ ആണുങ്ങളെ ഞാൻ ബഹുമാനിക്കും, പെണ്ണുങ്ങളെ ഞാൻ ബഹുമാനിക്കും, ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് ബഹുമാനിക്കും. കാരണം എന്റെ ക്ലോസ് ഫ്രണ്ട് അവരിൽ ഒരാളാണ്. പക്ഷെ ഇവൻ എന്താണ് കാണിക്കുന്നത്? ഓപ്പറേഷൻ ചെയ്യൂല, ഒക്കെ പേടിയാണ്, സൂചി കുത്തണ പോലും പേടിയാണ്. എന്നിട്ട് നടക്കുന്നത് പെണ്ണുങ്ങൾക്ക് പോലും അസഭ്യം, അസഭ്യം എന്നല്ല, പെണ്ണുങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നടപ്പ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കും, ഇവനെ ഇനി സപ്പോർട്ട് ചെയ്യണോ? കാരണം ഫേസ്ബുക്കിൽ വന്ന് ഇപ്പോ ഇവന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആയുധം പൊന്നു സഖി, അതുകൂടി ഞാൻ പ്ലേ ചെയ്യാം. കാരണം ഞാൻ മാത്രം കണ്ടാ പോരല്ലോ, നിങ്ങളും കാണണോ? വിടൂലങ്ങളെ. അവള് ഭയങ്കര സുന്ദരിയാണ്. അതാ എന്റെ എത്ര അസൂയ. വെള്ളടിച്ചിട്ട് ഛർദിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഇവന്റെ ഈ ടൈപ്പിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ടാൽ മതി, ആരും ഛർദിച്ചു പോകും. അവന്റെ അപ്പുറത്തിരിക്കുന്നത് ചിരിക്കുന്നവന് എന്തിന്റെ കുറവുണ്ടായിട്ടാണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. എടാ ക്ലാപ്പ, ഞങ്ങൾ ആണുങ്ങൾക്ക് പേരുദോഷം ഉണ്ടാക്കല്ലേ. അവൻ നടക്കട്ടെ, ശരി, സപ്പോർട്ട് ചെയ്തോ, എങ്കിൽ അവനോടൊരു പെണ്ണായിട്ട് സർജറി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെ, നമുക്കപ്പം മനസ്സിലാക്കാം. അവനത് മനസ്സിലാക്കി, അവനത് പെണ്ണായിട്ടാണല്ലോ ജീവിക്കുന്നത്. ഇതാണും അല്ല പെണ്ണും അല്ല ട്രാൻസും അല്ല, അവയെല്ലാം 3 വിഭാഗത്തിലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നപ്പു. ഞാൻ ആ വാക്ക് പറയുന്നില്ല കാര്യങ്ങള്. കാരണം ഇപ്പൊ ഒരു 3 ഇപ്പൊ ഇന്നലെ ഞാൻ 1-2 കൂടി കാണിക്കാട്ടോ. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വെറും അടുത്തത് ഞാൻ 2-3 വീഡിയോ കാണിക്കുന്നുണ്ട്. 11 സെക്കൻഡൊക്കെ ഉള്ളൂ. അയ്യോ, അരിപ്പ് കണ്ടില്ലേ? എന്നതാ അച്ചോടാ കൂട്ട് കപ്പിൾസ്. അല്ല, സത്യം പറഞ്ഞ ഇപ്പോ ഞാൻ ഏത് രീതിയിൽ ഏറി കയറുന്ന എനിക്കറിഞ്ഞൂടാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാനോ റെസ്പെക്ട് ചെയ്യാനോ സ്നേഹിക്കാനും നിക്കണ നിപ്പ് കണ്ടില്ല. കൂടെ നിക്കണം, എന്ത് നിക്കണോക്ക് എന്ത് കണ്ടിട്ടാണാവോ? ചിലപ്പോ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇവൻ ഒരു പക്ഷേ ലോക്കായിട്ടുണ്ടാവും. കാരണം ഇവര് സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ദുബായിൽ ഉണ്ട് എന്നാണ് പറയണത്. പെർഫ്യൂം സംബന്ധമായ എന്തൊക്കെയോ ബിസിനസ്. ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുകയും, ജാസി നല്ല കാശിലോടത്തെയാവാ. കാരണം അവൻ കല്യാണം കഴിച്ചു, വീട്ടുകാർ പറഞ്ഞു ഇത്ര കല്യാണം കഴിച്ചത് മാറും, ഈ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന പേരിലാണ് അവൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ പെണ്ണ് ജീവനും കൊണ്ട് ഓടിയതാണോ അതോ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് തീർത്തതാണോ എന്നറിയില്ല. ഇപ്പോ ജാസിന്റെ കേസിലാണെങ്കിൽ അവൻ, എനിക്ക് തോന്നുന്നത് അവൻ ട്രാപ്പിലാണോ? ജാസിയല്ല, ജാസിയുടെ കൂടെ ഒരുത്തണ്ടല്ലോ മോയന്ത്, അവൻ ട്രാപ്പിലാണോ? അവൻ എന്തുകൊണ്ട് ഇതെല്ലാം സഹിച്ച് കൂടെ നിൽക്കണ്? ഒന്നുകിൽ ജാസി ഒക്കെ റിച്ച് നല്ല പൈസക്കാരനായിരിക്കാം. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ചിലപ്പോ. എനിക്ക് എന്റെ തോന്നലാണ് കേട്ടോ. ഒന്നുകിൽ എന്തെങ്കിലും ഒരു റീസണില് എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ ലോക്ക് ആയതായിരിക്കാം, അല്ലെങ്കിൽ കൊടുക്കത്തെ പൈസ ആയിരിക്കാം ജാസിന്റെ കയ്യില്. കാരണം ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് പറയുമ്പോ എന്തായാലും ഫിനാൻഷ്യലി കുറച്ച് സൗണ്ട് ആയിരിക്കുമല്ലോ ഇവൻ ജാസി. അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ 2-3 വീഡിയോസ് സൈഡിൽ കാണിച്ചില്ല, ഞാൻ സ്റ്റാർട്ടിങ്ങിലും കാണിക്കുന്നുണ്ട്.
അവന്റെ പൊന്നുസാക്കി മറ്റോടത്തെ തേങ്ങ. എടോ കാര്യത്തില് പറഞ്ഞ FB ഒന്ന് തുറക്കാൻ പറ്റുന്നില്ല. തുറന്ന ഈ കോണത്തിലെ റീൽസില് 4-5 ഇങ്ങനത്തെ വീഡിയോസ് പൊന്നുസാക്കി അവന്റെ തേങ്ങാക്കോലെ പിന്നെ ഈ ഡ്രസ്സിലുള്ള മാങ്ങാത്തൊലി വരവുകളും ആയിക്കോട്ടെ. ഇവർക്ക് എടോ ചിലപ്പോ ഉള്ളില് ചിലപ്പോൾ ഞാൻ ഗേ ആണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായിക്കോ. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരുന്ന എന്ത് മാങ്ങത്തൊലി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തൂടെ? എന്തിനത് പകുതി ഡ്രസ്സ് ഇട്ട് വന്ന പെണ്ണുങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവുന്ന രീതിയിലല്ല നിങ്ങൾ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിപ്പോ ഞാൻ വരാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇവന്റെ കോണത്തിലെ ഫാഷൻ പരേഡ് കാണുകയാണ്. അവന്റെ കൂടെ നിൽക്കുന്ന മൊയ്ന്തിന്റെ എന്താ കേസ് എന്ന് വെച്ചാല് നാണക്കേട് ഉണ്ടാക്കല്ല, ആണുങ്ങൾക്ക് ഉണ്ടാക്കല്ല, പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കല്ല, ട്രാൻസിന് ഉണ്ടാക്കല്ല. ട്രാൻസിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പോയിരുന്ന ഒരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് ട്രാൻസിന്റെ അമ്പലമല്ല. അവിടെ ആണുങ്ങള് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ നേടിയെടുക്കാൻ വേണ്ടി സ്ത്രീവേഷം കെട്ടുന്ന അതിന്റെ പിന്നില് വേറൊരു ഐതിഹ്യമുണ്ട്. ഇവര് വിചാരിച്ചിട്ടുള്ള ഇവരുടെ ആൾക്കാർക്ക് വേണ്ടിയുള്ള അമ്പലമാണ് അത് എന്നാണ്. മാങ്ങാ തൊലിയാണ്. ഇവൻ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന അന്ന് നോമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. എന്നൊരു കോലക്കേട് ഇമാതിരി കാര്യങ്ങളും. ഞാൻ വിചാരിക്കണേ ഇവന് ഉമ്മ ഇവരൊക്കെ ഉണ്ടാവും. അതിൽ ഉപ്പ മരിച്ചു പോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവന്റെ ഈ കാട്ടിക്കൂട്ടല് കാരണം ഇവൻ ദുബായിലുള്ളപ്പോഴും, അതായത് ലേഡീസിന്റെ ഡ്രസ്സിങ് അല്ല, അതായത് ഒരു ലേഡി അല്ല, ബോയ് അല്ല, ആ രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഓടി ചാടി കളിക്കുന്ന കുറെ വീഡിയോസ് ഇടുന്നുണ്ട്. ആയിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. എടോ നിങ്ങളുടേതായ പ്രൈവസി നിങ്ങൾ കീപ്പ് ചെയ്യും. നിങ്ങൾ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് ആൾക്കാരെ മുന്നിൽ എന്തിനു കാണിക്കണം? അത് നിങ്ങൾക്ക് റൂമിൽ അടച്ചിട്ടിരുന്ന് നിങ്ങൾക്ക് എന്ത് മാങ്ങാത്തൊലി വേണമെങ്കിലും അവിടെ ചെയ്തൂടെ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ്. എടോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു രീതിയാണ്, ഇപ്പോ തനിക്ക് പെണ്ണായിട്ട് ജീവിക്കണോ? പെണ്ണാവ്, ഓപ്പറേഷൻ നടത്ത്. അല്ലാണ്ട് ഇതിൽ പറയണ പോലെ ഇപ്പൊ കുറച്ചു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞല്ല, അയ്യോ എനിക്ക് പേടിയാണ്, എനിക്ക് സൂചി പോലും പേടിയാണ്. പിന്നെ എന്ത് തേങ്ങാക്കൊലയാണ് നീ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് നീ കൊടുക്കുന്ന മെസ്സേജ് എന്ത്? ഇപ്പോ ബാക്കി ഒരുപാട് പേര് നീ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണല്ലോ പറയുന്നത്, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എന്താണെങ്കിലും. എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അതായത് സർജറി ചെയ്യാണ്ട് ഒരു ആണായിട്ട് തന്നെ വേറൊരു ആണിന്റെ കൂടെ രമിച്ച് കളിച്ച് ജീവിക്കാം എന്നൊരു മെസ്സേജാണോ നീ കൊടുക്കുന്നത്? അല്ല, അതോ എനിക്ക് ട്രാൻസ് ആവാൻ പേടിയാണ്, ഓപ്പറേഷനെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യൂല, അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പരമാവധി നാട്ടുകാരെയും എൻ്റെ കമ്മ്യൂണിറ്റിനും ബാക്കി ആൾക്കാരൊക്കെ ഞാൻ വെറുപ്പിച്ച് കൈ തരാം. എടാ നാറി, നീയൊക്കെ കാരണം സാധാ ജനങ്ങൾ വെറുത്ത് പോണത് മാന്യമായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് അവര് പറയുന്നില്ല, കാരണം അവര് സ്ത്രീ ആയിട്ട് ഓൾറെഡി മാറിയവരാണ്. അല്ലാതെ നിന്നെപ്പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ വഴിയിൽ നിൽക്കുന്ന ബാക്കിയുള്ളവരെ പോലെ നിൽക്കുന്ന ആൾക്കാരല്ല. അതൊന്ന് മനസ്സിലാക്കിയ നല്ലത്. കാരണം ഞാൻ സാധാരണ എല്ലാവരും റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവന്റെ ഒരു കാര്യത്തില് ഒരു റെസ്പെക്ട്, കാരണം കുറേ ആയി ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണം. കാരണം FB തുറന്ന ഇജാതി കൂട്ടങ്ങളെ വെറുപ്പിക്കല്. ഞാൻ പറഞ്ഞല്ലോ, ആണാണോ ഞാൻ റെസ്പെക്ട് ചെയ്യും, പെണ്ണാണോ ഒരുപാട് റെസ്പെക്ട് ചെയ്യും, ട്രാൻസ് ആണോ അവരവരുടെ വ്യക്തിത്വം സ്വീകരിച്ചവരാണോ ഞാൻ റെസ്പെക്ട് ചെയ്യും. അല്ലാണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞാൻ ചെളി കിടന്നുള്ളതെന്ന് പറയണ ഇമാതിരി സ്കീമായിട്ട് വരല്ലേ. നാണക്കേടായിട്ടാണ് ബാക്കിയുള്ള ആണുങ്ങൾക്ക്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, കട്ടക്കരിപ്പ് തള്ള കലിപ്പ് തീരുന്നില്ലല്ലോ എന്നും മമ്മൂട്ടി പറയില്ല. അജാതി ലെവലാണ് ഇവന്റെ ഇന്നലത്തെ മുതലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോ. അപ്പോ എന്റെ പൊന്നെ ജാസി, വേറെ പേരാ വന്നത്, ഞാൻ വിളിക്കുന്നില്ല. മാന്യമായിട്ട് ഒന്നെങ്കിൽ പെണ്ണായിട്ട് അല്ലെങ്കിൽ ആണായിട്ട് അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് ഇപ്പൊ ആൾക്കാരെന്ന് ബഹുമാനം മേടിച്ച് ജീവിക്കാൻ നോക്ക്. കാരണം ബഹുമാനിക്കുന്ന ആൾക്കാര്. അല്ലാണ്ട് ഞാൻ ഇന്നെ കാട്ടും എനിക്കൊക്കെ പറയാം ഞാൻ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. മനസ്സിലാക്കിയ നിനക്ക് നല്ലത്. കാരണം ആൾക്കാരൊക്കെ നിന്നെ ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയണു അത്രക്കധികം വെറുത്ത് പണ്ടാറടങ്ങിയിട്ടാണ് പുന്നാന്റെ ചാസി ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. ആര് കണ്ടാലും ആൾക്കാർ പറഞ്ഞു തന്നെ. ഇവന്റെ കുറെ കിണക്കന്മാര് ചിലപ്പോ ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞു വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ജാസി, നീ ഒന്ന് മാന്യമായിട്ട് ജീവിക്കും. കുറെ പാട്ടുകളും ഡ്രസ്സുകളും
തല വീണ്ടും കലിപ്പ്. അപ്പോ മക്കളെ, ഞാന് സത്യം പറഞ്ഞ തലക്ക് പ്രാന്തളകിയിട്ടാണ് ഞാൻ വന്നിരുന്നത്. എന്തെങ്കിലും ഒന്ന് പറയണ്ടെന്ന് കരുതിയിട്ട്. ആ നാറി പോയി ചാവട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.